കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള വന്നിരിക്കുന്നു. 2:30 സ്മൃതി 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പുതുതായി വന്ന സുഭാഷിണി തങ്കച്ചിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഇമെയിൽ താങ്കൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ബഹുസംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ 5/7/2024 ഉത്തരവ് നടപ്പിൽ വരുത്തിക്കൊണ്ട് ഇന്ന് 19/8/2024 ഉച്ചയ്ക്ക് ശേഷം 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 16/8/2024 135B3 2024 സാംസ്കാരിക വകുപ്പ് കത്തിൽ അറിയിച്ച പ്രകാരം താങ്കൾക്ക് നൽകുന്നതാണ്. താങ്കൾ യഥാസമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം സാംസ്കാരിക വകുപ്പ് SP-യുടെ ചേംബറിൽ റൂം നമ്പർ 350 1-ാം നില മെയിൻ ബ്ലോക്ക് ഗവൺമെന്റ് സെക്രട്ടറി. അപ്പോൾ ഇത് ഹാർഡ് കോപ്പിയാണ്. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോടതി ഇത് പരിഗണിക്കുന്ന സമയം എപ്പോഴാണ് സ്മൃതി? 3 മണി. കേസ് പരിഗണിക്കുന്ന സമയം 3 മണിയാണ് അല്ലേ? അതാണ് റോഷി. 2:30-ക്കാണിത്. 2:30-ക്കാണ്. തീർച്ചയായും സോഫ്റ്റ് കോപ്പി അല്ല സ്മൃതി, സോഫ്റ്റ് കോപ്പി അല്ല, ഹാർഡ് കോപ്പി തന്നെ തരികയാണ്. മെയിൽ വന്നിട്ടുണ്ട്. 2:30-ക്ക് റോഷി പാലിനോട് പോയി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവം എനിക്ക് തോന്നുന്നു റോഷി, ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ 2-3 ആളല്ലേ, 2 പേരെങ്ങാൻ മാത്രമാണ് ഉള്ളത്, റോഷി ഉൾപ്പെടെ. അങ്ങനെ റോഷിപ്പാൽ ഇന്നിപ്പോൾ 2:30-ക്ക് പോയി ഇത് വാങ്ങുകയാണ് സ്മൃതി. 3 മണിക്ക് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് ഇനിയും ഒരു ചീത്തപ്പേര് കേൾക്കാൻ സർക്കാരിന് താല്പര്യമില്ല. ഇനിയും സർക്കാരിന് ചീത്തപ്പേര് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് സ്മൃതി. 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു. പിന്നീട് പ്രസാദ് ഒരു മിനിറ്റ്, റോഷി ആ മെയിൽ ഒന്ന് ക്യാമറയിൽ ഒന്ന് സൂം ചെയ്യാമോ? മെയിൽ റോഷിക്ക് വന്നിരിക്കുന്ന മെയിൽ ഒന്ന് സൂം ചെയ്യാമോ? 2:30 സമയം. ഇന്നുച്ചയ്ക്ക് 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. ആ മെയിലിന്റെ കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായി റോഷി ബാലിന് നേരിട്ടെത്തി ഹാർഡ് കോപ്പി പറയുന്നു. 2:30 ഈ റിപ്പോർട്ടിന്റെ പകർപ്പ്, അതിൻ്റെ ഹാർഡ് കോപ്പി. പക്ഷേ ഇതിലൊരു ആശങ്കയുണ്ട്. കാരണം 3 മണിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി, നടി രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഡെസ്കിൽ PCR-ലേക്ക് കൈമാറിയിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് വന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇനിയും സമയമുണ്ട്. ഇപ്പോൾ സമയം 1 മണി മാത്രമാണ്. 1 മണി 2 മിനിറ്റായി. ഇനിയും ഏതാണ്ട് 2.5 മണിക്കൂർ സമയമുണ്ട്. അല്ല, അത് 3 മണിക്കാണ്. 2:30 പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, സോഫ്റ്റ് കോപ്പി കൈമാറുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. ഈ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തുവിടണം എന്നതാണ്.